ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കറുപ്പൂപ്പി ഉറങ്ങി എണീറ്റതേ ഉള്ളേ. ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ്. രാവിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. പിന്നീട് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒതുക്കി വെച്ചേക്കുന്ന ഭാഗങ്ങളാണ്. പിന്നെ അതിന് ശേഷം രാവിലെ കറുപ്പൂപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇതും മീൻ അതുകൊണ്ട് റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് കറുപ്പൂപ്പിക്ക് ഫുഡ് കൊടുത്തു രാവിലത്തേത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് ബീറ്റ്റൂട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശത്തൂടെ ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ളത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീറ്റ്റൂട്ട് ചെത്തി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അതൊക്കെ നന്നായിട്ട് ഒരു വെള്ളം ഒഴിച്ച് കഴുകി രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് കഴുകി അതിനകത്തുള്ള നന്നായിട്ട് അഴുക്കെല്ലാം കളഞ്ഞിട്ട് വേണം ഇത് നമ്മൾ പിന്നീട് ഇത് കൊത്തി എടുക്കാനായിട്ട്. കൊത്തി എടുത്തു കഴിഞ്ഞ് കൊത്തി ഇതാക്കി ബീറ്റ്റൂട്ട് തോരന് വേണ്ടിയിട്ട് എടുക്കാം. തോരൻ അതും പിന്നെ അതിൻ്റെ കൂടെ സവാള ഉള്ളിയും പിന്നെ കൊത്തി ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ പച്ചക്കറിക്ക് പണ്ടത്തൊക്കെ വിലയാണ്, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ തേങ്ങയ്ക്ക് ഇതിന് കൂടി തേങ്ങ ഇടുന്നതിന് തേങ്ങയുടെ വിലയും ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് നേരത്തെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ തേങ്ങയൊക്കെ ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അതിൽ കുറവായിട്ടുള്ള കുറച്ച് തേങ്ങ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് പറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് തേങ്ങ ഇച്ചിരി എടുത്ത് മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കി വയ്ക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇച്ചിരി വെള്ളം ചേർത്ത് ആ മസാല മീനിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണുന്നത് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം റെഡിയാക്കി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് തോരനുള്ളതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി സവാളയ്ക്കുള്ളത് എടുക്കുകയാണ്. തോരന് വേണ്ടിയിട്ടുള്ള സവാള അതിനകത്തിലുള്ള കറുത്ത പൂപ്പലൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം സവാള എടുക്കാനായിട്ട്. സവാളയിൽ ആ പൂപ്പലിരുന്ന് നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ കൂടുതലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ക്ലീൻ ചെയ്ത് കളയണം. പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടി ഇട്ട് വെച്ച് കുറേ നേരം വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള അണുക്കൾ ജെംസൊക്കെ പൊക്കോളും. പിന്നീട് ഇതും പച്ചമുളകും കൂടെ അതിനകത്ത് അരിഞ്ഞിടും. ചെറുതായിട്ട് കുനുകുനാന്നാണ് സവാള അരിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കുന്നത്. അത് ഒരു ടേസ്റ്റിനും കൂടെയാണ് സവാള ചേർക്കുമ്പോഴത്തേക്കും അതിനൊരു രുചിയുണ്ട്. പിന്നീട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. തേങ്ങ അതായത് ഇത്തിരിയേ ഉള്ളൂ. മീൻ പുളിയും കൂടി ഇട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകി വെച്ചേക്കാണ്. അരി ഊറ്റിക്കഴിഞ്ഞ് പിന്നീട് വരുന്നത് ആ മീനിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് അതും കൂടെ അരിഞ്ഞതിനകത്ത് ചേർക്കുന്നുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെച്ചത് അതിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലയാണ്. എണ്ണ ചട്ടി ചൂടായപ്പോഴത്തേക്ക് ഒഴിച്ച് പിന്നീട് കടുക് ഉലുവായിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയുടെ ഒക്കെ ഇപ്പോൾ വിലയുടെ കാര്യം കുതിച്ചുയർന്നതുകൊണ്ട് ഇച്ചിരി ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളി ചെറുതായിട്ട് വാട്ടൽ വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി അതിനകത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് മൂപ്പ് വരുമ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മൂക്കുന്നതിന് മുമ്പേ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇളക്കിക്കൊണ്ട് അതിനകത്ത് ഉപ്പും കൂടെ ചേർക്കണം ആവശ്യത്തിന്.
മീൻ കറിക്ക് എത്ര ആവശ്യത്തിന് ഉപ്പ് വേണോ അത് ഉപ്പ് ചേർക്കുക. പിന്നീട് അതിലേക്ക് ആ മീനും പച്ചമുളകും പുളിയെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10-20 മിനിറ്റോളം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ മീനൊക്കെ വെന്ത് തിളച്ച ആ എണ്ണയൊക്കെ പൊങ്ങി വരും. പിന്നീട് തോരൻ വെക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. എണ്ണയൊക്കെ ഒഴിച്ച് ഒക്കെ വയ്ക്കാത്തത് കൊണ്ട്, ഇപ്പോൾ എണ്ണയ്ക്കൊക്കെ വില ആയതുകൊണ്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. അത് വേവിക്കുക ചെയ്യുന്നത്. ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് തേങ്ങായിട്ട് കറിവേപ്പിലയും ചേർത്ത് അടച്ച് മൂടി വെച്ച് വേവിക്കും. ഇളക്കിയിട്ട് മീൻ വറുക്കാനുള്ളത് വറുത്ത് ചോറിൻ്റെ കൂടെ ഇന്നലത്തെ കൊഞ്ച് കറിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കഴിക്കാനുള്ളത്. കറുപ്പൂപ്പി ഫുഡ് കഴിച്ചിട്ട് വെളിയിലിറങ്ങി റെസ്റ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.